എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈദപ്പൊടിയൊന്നും അല്ല അതിൽ യൂസ് ചെയ്യുന്നത്. കേക്കിൽ നമ്മൾ എടുക്കുന്നത് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് മിക്സ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അധികം ചിലർക്കൊക്കെ കേക്ക് ഉണ്ടാക്കാൻ അധികം അറിയില്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കേക്ക് മോശമായി എന്ന് ആരും പറയില്ല. മാത്രമല്ല ഇത് കഴിക്കുമ്പോൾ അത് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കേക്കാന്ന് ഒരിക്കലും മനസ്സിലാവേയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നലെ ഞാനൊരു സൂപ്പർ കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെല്ലാവരും അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇവിടെ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു സാധാരണ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിലരൊക്കെ വിചാരിക്കും നമ്മൾ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. ആ സംശയം കൂടി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഞാനൊന്ന് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട. സാധാരണ വൈറ്റ് പേപ്പർ കൊണ്ട് ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പ്രാർത്ഥനാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് നോക്കിയാൽ എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റും. നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു സൺഫീസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം. ഇതിപ്പോൾ ഒരു 250 ഗ്രാമാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ബിസ്ക്കറ്റ് ആയാലും അത് 250 ഗ്രാം എടുക്കുക കറക്റ്റായിട്ട്. ഇപ്പോൾ ഇതിനൊരു 20 രൂപയാണ്. എനിക്ക് ഈ ബിസ്ക്കറ്റാണ് ഇപ്പോൾ കിട്ടിയത്, അതുകൊണ്ട് എടുത്തുവെന്നേ ഉള്ളൂ. ഏത് ബിസ്ക്കറ്റും നിങ്ങൾക്ക് എടുക്കാം. ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് വേണമെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ബിസ്ക്കറ്റുകൾ ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക ആദ്യം. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു ട്രിപ്പിൽ കഴിയാത്തതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണ്ടാന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി രണ്ടും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒറ്റ തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു വലിയ അകലുള്ള അരിപ്പയിൽ അരിച്ചാൽ മതി, എന്നാലേ കറക്റ്റായിട്ട് വീഴുള്ളൂ. പിന്നെ അരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പൊടിക്കുമ്പോൾ അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ബിസ്ക്കറ്റിൻ്റെ പീസൊക്കെ ഫുള്ള് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് അരിച്ചെടുത്തത്. ഇനി ഞാനിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ ചേർക്കുന്നത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഞാനത് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ ഇതിലും കുറച്ചിട്ട് എടുത്താൽ മതി. അതിപ്പോൾ നിങ്ങൾ ഫുള്ള് ഇടാതെ വെച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലൊരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. തിളപ്പിച്ചാറിയ പാലാണ്. ഒട്ടും ചൂട് പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് കുറേശ്ശെയാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ഇളക്കുക. ഇപ്പോൾ ദേ ഇതുപോലെയാണ് ആയിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരിവല്ലേ, അതേപോലെ വേണം. ഞാനിപ്പോൾ 1 കപ്പും അതുപോലെ 2 ടേബിൾ സ്പൂണാണ് എനിക്ക് ആവശ്യമായത്. നിങ്ങൾ നോർമലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിലാണെങ്കിൽ 1 ഗ്ലാസ് ഒഴിച്ച് നോക്കുക. എന്നിട്ട് അളവ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു പരുവം കറക്റ്റ് ആവണ വരെ പാലൊഴിക്കുക. ഏകദേശം ഒരു 1 ഗ്ലാസും പിന്നെ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അളവിൻ്റെ കപ്പ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോഴല്ലേ കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ സ്മെല്ല് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇതും നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി എന്ന് പറയില്ലേ, അതാണ്. അത് നമ്മൾ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ വേണ്ടത്, ബേക്കിംഗ് സോഡ തന്നെ വേണം. അത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ആകുമ്പോൾ അങ്ങനെ പതഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കേക്ക് ബാറ്ററിൽ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഓവർ മിക്സ് ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യേണ്ടത് അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേക്കും നമ്മൾ ഈ കേക്കൊക്കെ തയ്യാറാക്കി വരുമ്പോഴേക്കും അത് ചൂടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇതേ ഒരു പഴയ ചീനച്ചട്ടി ഇൻഡാലിയത്തിൻ്റെ ഇങ്ങനെ ഒരു തട്ടുള്ളിൽ വെച്ചിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുക്കറോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും മതി. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക. മൂടി കറക്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ എന്തെങ്കിലും വെയിറ്റ് മുകളിൽ വെക്കുന്നത് നല്ലതാണ്, ഒന്ന് അമർന്നിരിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നത്തെ സമയങ്ങളൊക്കെ ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വരുന്നുണ്ടോയെന്ന് ഒരു 25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് തുടങ്ങാം. എനിക്കിപ്പോൾ കുറച്ച് ഒരു 40 മിനിറ്റോളം എടുത്തു. കാരണം ഞാനിത് ചെറിയ പാത്രത്തിലാണ് ഒഴിച്ചിട്ടുള്ളത്, കുറച്ച് ഹൈറ്റിൽ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുറച്ച് പരന്ന പാത്രത്തിലാണെങ്കിൽ ഒരു 25-30 മിനിറ്റിലൊക്കെ ബേക്കായിട്ട് കിട്ടും. എന്തായാലും ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിലൊന്നും മാവ് പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതേ പുറത്തെടുത്തിട്ട് ഒരു 10 മിനിറ്റായി. കുറച്ച് ചൂടുണ്ട്, എന്നാലും ഞാനിപ്പോൾ ഇത് പുറത്തോട്ട് എടുക്കുകയാണ്. കണ്ടോ, നമ്മൾ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് ഈ കേക്ക് നമുക്ക് പുറത്തെടുക്കാനായിട്ട് പറ്റിയത്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കേക്കിനെ പുറത്തെടുക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, നല്ല ടെക്സ്ചറായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് കഴിച്ചാൽ ആരും പറയില്ല ഇത് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് കേക്ക് മിക്സ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു കേക്ക് ക്രിസ്മസിന് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്കും ഇഷ്ടമാവും. ഇതിൽ കുറച്ച് കാഷ്നട്ട്സൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയേനെ. അപ്പോൾ അത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാപ്പി ക്രിസ്മസ്. താങ്ക്